നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ കറിവേപ്പ് നല്ല കരുത്തോടെ ഉഷാറോടെ വീട്ടിൽ വളർത്താം എന്നതാണ്. വീട്ടമ്മമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കറിവേപ്പ് ഒന്ന് നന്നായി തഴച്ചു വളരാൻ പലവിധ ടിപ്സ് ഉപയോഗിച്ച് പരീക്ഷിച്ച് ഒക്കെ നോക്കിയവരാണ്. എന്നാൽ ഈ രണ്ട് ടിപ്സ്, നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് രണ്ട് ടിപ്സ് ആണ് പറയുന്നത്. ഈ രണ്ട് ടിപ്സ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള കറിവേപ്പില വീട്ടിൽ തന്നെ വളർത്തിയെടുത്താൽ കീടനാശിനികൾ തളിക്കാത്ത നല്ല ഇലകൾ നിങ്ങൾക്ക് കിട്ടും. കടകളിൽ നിന്ന് കിട്ടുന്നത് പലപ്പോഴും കീടനാശിനിയുടെ അളവ് മാരകമായ തരത്തിൽ രീതിയിൽ അടങ്ങിയിരിക്കുന്ന കറിവേപ്പിലയായിരിക്കും. പക്ഷേ കറിവേപ്പിലയുടെ ഇലകളിൽ പുഴുകയറി നശിച്ചു പോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. കറിവേപ്പിലയുടെ ഇലകളിൽ കറുത്ത പുള്ളികൾ വരികയും പിന്നീട് ഇല മുഴുവൻ കൊഴിഞ്ഞു പോകുന്നതുമാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ ഇതിനൊക്കെയുള്ള പരിഹാരവും കറിവേപ്പില നന്നായി തഴച്ചു വളരാനും നല്ല ഇലകൾ വരാനുമുള്ള രണ്ട് ടിപ്സ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കറിവേപ്പില ചെടിച്ചട്ടിയിൽ നടുമ്പോൾ അതിന് 1/4 ഭാഗം മാത്രമേ മണ്ണ് ഇടാവൂ. പിന്നീട് ഇതിന്റെ വേര് വളരുന്നതിനനുസരിച്ച് വേണം നമ്മൾ ചട്ടിയിലെ മണ്ണ് നിറച്ചു കൊടുക്കാൻ. എപ്പോഴും ഒരു വലിയ ചട്ടിയിലായിരിക്കണം ഈ കറിവേപ്പില നടുന്നതിനായി തിരഞ്ഞെടുക്കേണ്ടത്. കറിവേപ്പില തഴച്ചു വളരാൻ നമുക്ക് ഉള്ള ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. ഇത് മുറിച്ചിട്ട് നമ്മൾ ഇതിന്റെ നീര് ഒരു പാത്രത്തിലാക്കണം. പാത്രത്തിലാക്കുമ്പോൾ ഇതിന്റെ നീര് വളരെ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ വലിപ്പം അനുസരിച്ചും ഒക്കെ ഇത് വ്യത്യാസപ്പെടാം. വലിയ നാരങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് നീര് കാണും. എന്നാൽ ചെറിയ നാരങ്ങയാണെങ്കിൽ കുറച്ച് നീര് കാണത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് നീര് കൂടി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് 1 അല്ലെങ്കിൽ 2, മാക്സിമം പോയാൽ 2 നാരങ്ങ നമുക്ക് വേണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 2 ദിവസം എടുത്ത് മാറ്റി വെച്ച കഞ്ഞിവെള്ളം, അത് പുളിച്ച കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഈ നാരങ്ങ തോട് എടുത്തിട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് അത് ഒഴിച്ച് നാരങ്ങ തോടിന്റെ പുളി നന്നായി കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങണം. അതുപോലെ പിഴിഞ്ഞ് ഈ വെള്ളത്തിൽ ചേർക്കണം. 2 കപ്പ് കഞ്ഞിവെള്ളം മതിയാകും. ഇത് നമ്മൾ 2 ദിവസം മാറ്റി വെച്ചാൽ മതി. ഇങ്ങനെ ഈ കഞ്ഞിവെള്ളം ചെറുനാരങ്ങ നീര് ചേർത്താക്കി വെള്ളം 2 കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ കഞ്ഞിവെള്ളം കറിവേപ്പിന്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. 10 അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിനകം നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും. നിറയെ ഇലകളോടെ നന്നായിട്ട് ഇത് വളരുന്നതും അതുപോലെ കറിവേപ്പ് നീളം വെക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തു നോക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, കറിവേപ്പില നന്നായി വളർത്തിയെടുക്കാൻ 2 തുള്ളി വിനാഗിരി കൊണ്ട് ഒരു കൂട്ടുണ്ട്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ കറിവേപ്പിലയുടെ മുകൾ ഭാഗം മുറിച്ചു കൊടുക്കണം. ഇലകൾ മാത്രം അതിൽ നിന്ന് പറിച്ചെടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. 1 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് 2 തുള്ളി വിനാഗിരിയും കുറച്ച് ചാരവും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇത് നന്നായി ഇലകളിലും അതിന്റെ ആ മരത്തിലും ചുവട്ടിലും തളിച്ചു കൊടുക്കണം. മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് കറിവേപ്പില തഴച്ചു വളരാൻ ഏറെ സഹായിക്കും. മാത്രമല്ല മരത്തിന്റെ ചുവട്ടിൽ നല്ല രീതിയിൽ കരിയിലകളിട്ട് മൂടിക്കൊടുക്കുന്നതും നല്ലതാണ്. കീടത്തിന്റെ ആക്രമണം ആരംഭത്തിൽ തന്നെ കഞ്ഞിവെള്ളം ഇരട്ടി വെള്ളം കൂട്ടി നേർപ്പിച്ച് ഇലകളിൽ തളിച്ചാൽ ഈ കറിവേപ്പിലയുടെ വളർച്ചയെ തന്നെ മുരടിപ്പിക്കുന്ന അരക്കിനെ തുരത്താം. കഞ്ഞിപ്പശ ഉണങ്ങിയ പാട പോലെ അരക്കിനെയും പിടിച്ചു മാറ്റും. ആഴ്ചയിൽ ഒരിക്കൽ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്യുന്നത് കറിവേപ്പിലയുടെ വളർച്ച കൂട്ടും. ഒപ്പം ചാണകപ്പൊടിയും മേൽമണ്ണും തുല്യ അളവിൽ കൂട്ടിക്കലർത്തി തടം കോരുകയും വേനൽക്കാലത്ത് നനയ്ക്കുകയും വേണമെന്ന് മാത്രം. പൊതുവെ അടുക്കളയിൽ വൃത്തിയാക്കാനും അതുപോലെ മറ്റു ആവശ്യങ്ങൾക്കും വിനാഗിരി ഉപയോഗിക്കാം. പച്ചക്കറികളും ഇറച്ചിയും ഒക്കെ കഴുകാൻ വിനാഗിരി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കറിവേപ്പില വളർത്താനും വിനാഗിരി ഇനി 2 തുള്ളി ഉപയോഗിക്കാം. വെറുതെ വീട്ടിൽ ഒഴിച്ചു കളയുന്ന കഞ്ഞിവെള്ളം ആളൊരു സൂപ്പറാണെന്ന കാര്യം ആർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരോഗ്യത്തിനും അതുപോലെ മുടിക്കുമൊക്കെ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ്. മുടി വളർത്തിയെടുക്കാൻ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് പോലെ കറിവേപ്പില വളർത്തിയെടുക്കാനും കഞ്ഞിവെള്ളം സഹായിക്കും. കറിവേപ്പിന്റെ തടത്തിൽ മുട്ടത്തോട് പൊടിച്ചിടുന്നതും നല്ലതാണ്. വേപ്പെണ്ണ, സോപ്പ്, വെളുത്തുള്ളി മിശ്രിതം ഇലകളിലും ഇളം തണ്ടിലും തളിച്ചാൽ നാരകപ്പുഴുവിന്റെ ശല്യം തടയാം. എന്നാൽ അമിത വളപ്രയോഗം ഒഴിവാക്കുക. ഇത് ചെടിയെ ദോഷകരമായി ബാധിക്കുകയും ഇല ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ഇത് നമ്മുടെ കറിവേപ്പ് നടിയിലും പരിപാലനവും എങ്ങനെയെന്ന് നോക്കാം. വേരിൽ നിന്ന് മുളപ്പിച്ച നല്ല കരുത്തുള്ള തൈ വേണം നടാനായി എടുക്കാൻ.
2 അടിയെങ്കിലും ആഴവും വിസ്താരവുമുള്ള കുഴി വേണം തൈ നടാൻ. കുഴിയിൽ അരക്കൊട്ട ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കുഴി മൂടി നടുവിൽ ചെറു കുഴിയെടുത്ത് തൈ നടാം. ഗ്രോ ബാഗുകളിലാണ് വളർത്തുന്നത് എങ്കിൽ പോട്ടിംഗ് സോയിൽ, പെർലൈറ്റ്, മണൽ എന്നിവ തുല്യ അളവിൽ ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതത്തിൽ ഇവ നടാം. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് കറിവേപ്പില. അതിനാൽ ചെടി നടുന്ന സ്ഥാനത്തിനും പ്രാധാന്യം ഏറെയാണ്. ചെടിക്ക് ദിവസേന കുറഞ്ഞത് 4 മുതൽ 6 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള താപനിലയാണ് കറിവേപ്പില ചെടി ഇഷ്ടപ്പെടുന്നത്. കറിവേപ്പില ചെടികൾക്ക് സ്ഥിരമായി നനവ് ആവശ്യമാണ്, പക്ഷെ അമിതമായി നനവ് ഒഴിവാക്കുക. ഇത് ചെടിയുടെ വളർച്ച മന്ദഗതിയിലാക്കുന്നതിനാൽ നനവ് കുറയ്ക്കുക. ചെടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അധികം ഉയരത്തിൽ വളരുന്നത് തടയാനും പതിവായി കൊമ്പ് കോതൽ നടത്തുക. ഒതുക്കമുള്ള ആകൃതി നിലനിർത്താൻ മുകളിലെയും വശങ്ങളിലെയും ശാഖകൾ വെട്ടിമാറ്റുക. ചെടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും പുതിയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉണങ്ങിയതോ മഞ്ഞ നിറമുള്ളതോ ആയ ഇലകൾ നീക്കം ചെയ്യാനും ശ്രദ്ധിക്കാം. ചെടി നന്നായി വളർച്ചയെത്തിയതിന് ശേഷമാവണം ഇലകൾ പറിച്ച് എടുക്കേണ്ടത്. ചെടി വളർന്നു കഴിഞ്ഞാൽ പതിവായി വിളവെടുക്കാം. ചെടിയുടെ മുകളിൽ നിന്ന് മുതിർന്ന ഇലകൾ പറിച്ചെടുക്കുന്നത് പുതിയ ഇലകൾ വളരുന്നതിന് ഗുണം ചെയ്യും. ഓരോ ഇലകൾ നുള്ളുന്നതിന് പകരം പൊട്ടിച്ചെടുക്കാനും ശ്രദ്ധിക്കണം. ഇത്തരം കൂടുതൽ ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.